ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു വീഡിയോയിലേക്ക് വെൽക്കം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ അമ്മ വീട്ടിലേക്ക് പോയിട്ടുണ്ട്, അതായത് തൃശ്ശൂരിലോട്ട് കേട്ടോ. അപ്പോൾ അവിടെ നടക്കുന്ന കുറച്ച് വിശേഷങ്ങളാണ് ഇന്ന് പറയുന്നത്. ഇപ്പോൾ രാവിലെ തന്നെ അമ്മയാണെങ്കിൽ രാവിലെ തന്നെ ചോറും കറികളൊക്കെ ഒരുക്കും കേട്ടോ. അമ്മ ജോലിക്ക് പോവുകയാണെങ്കിലും അല്ലെങ്കിലും ഒരു 6 മണിയാകുമ്പോഴത്തേക്കും അമ്മയുടെ ജോലിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. ഇപ്പോൾ ആര് എഴുന്നേറ്റാലും എഴുന്നേറ്റില്ലെങ്കിലും അമ്മയുടെ കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യും കേട്ടോ. ഇപ്പം ഞാൻ ചെന്ന് നിന്നാലും ഞാൻ എഴുന്നേൽക്കൊന്നുമില്ല, എന്നാലും അമ്മയുടെ ആ ഒരു ടൈമിൽ അമ്മ എഴുന്നേറ്റ് ചായയും കടിയും ചോറും കറികളൊക്കെ ഉണ്ടാക്കും കേട്ടോ. ചിലപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൂട്ടാൻ മാത്രമേ ഉണ്ടാവുള്ളൂ, അത്ര പണികളേ ഉണ്ടാവുള്ളൂ കേട്ടോ. അമ്മ ഇപ്പോൾ എല്ലാം കറക്റ്റ് ടൈമിന്, അതായത് അവർ പഠിച്ചു വന്ന രീതികൾ അങ്ങനെയാണല്ലോ, കറക്റ്റ് ടൈമിന് എഴുന്നേറ്റ് ഒരു റുട്ടീൻ പോലെ എല്ലാ ജോലികളും ചെയ്യും കേട്ടോ. ഇത്ര പ്രായമായിട്ടും അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ അമ്മ. അപ്പം ഞാൻ ഫസ്റ്റ് ഡേ ഒക്കെ എനിക്ക് ചിലപ്പോൾ മടിയായിരിക്കും, പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്കായിരിക്കും ഞാൻ എഴുന്നേറ്റ് ചെല്ലുന്നത്. അപ്പം ഇന്ന് ഇവിടെ എന്തൊക്കെ റെഡിയാക്കി വെച്ചേക്കണേന്ന് വെച്ചാൽ അധികം ടൈമൊന്നും ആയിട്ടില്ല കേട്ടോ, ഒരു 6 മണി 6:30 ആയിട്ടുള്ളൂ. ആ ടൈം ആയപ്പോഴത്തേക്കും ചോറൊക്കെ ഇവിടെ റെഡിയാണ്, അതായത് ഉച്ചക്കലത്തേക്ക് കഴിക്കാനുള്ള ഫുഡ് ഇവിടെ റെഡിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അടുപ്പിലാണ് കുക്ക് ചെയ്യുക. അടുപ്പിൽ കുക്ക് ചെയ്തിട്ട് അപ്പോൾ ചോറൊക്കെ റെഡി ആയിട്ടുണ്ട്. ഒരു നൊസ്റ്റു ഫീലാണ് കേട്ടോ നമുക്ക് അവിടെ ചെല്ലുമ്പോൾ. കാരണം ഇങ്ങനെ ചോറൊക്കെ നമ്മൾ വെച്ച് അതിങ്ങനെ ഊറ്റിയിടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കിച്ചണാണ് കാണണേ, പുകയില്ലാത്ത അടുപ്പിലാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ താഴെ കുറച്ച് ചോറ് പോയതൊക്കെ ഞാൻ തുടച്ച് കളയുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പം മെയിനായിട്ട് വൃത്തിയാക്കലൊക്കെ ഫുഡിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ കിച്ചൺ ക്ലീൻ ചെയ്യുക. അപ്പോൾ അങ്ങനെ ഫുഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്, ചോറ് റെഡി ആയിട്ടുണ്ട്. ഇനി ചോറിന് കറി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ക്യാബേജാണ് ഉണ്ടാക്കിയത്. ക്യാബേജ് കറി ഉണ്ട്, പിന്നെ മുട്ട വറുക്കുന്നുണ്ട്. കാര്യമായിട്ടുള്ള കറികളൊക്കെ നമ്മൾ ഉച്ചയ്ക്ക് വെക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ക്യാബേജ് കറി വയ്ക്കാനുള്ള ഇതൊക്കെ ഒരുക്കുന്നുണ്ട് അപ്പുറത്ത്. അതിനിപ്പുറത്തായിട്ട് അമ്മ രാവിലെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഉണ്ടാക്കിയത് നേന്ത്രപ്പഴം പുഴുങ്ങിയിട്ടുണ്ട്, പിന്നെന്താ ഈ കാച്ചിൽ പുഴുങ്ങിയിട്ടുണ്ട്, പിന്നെ മധുരക്കിഴങ്ങും പുഴുങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ കാച്ചിലും നമ്മുടെ ഉള്ളിയും കാന്താരിയൊക്കെ ഇട്ടുള്ള ചമ്മന്തിയായിട്ട് കഴിക്കാമെന്ന് വെച്ചാൽ നല്ലൊരു കോംബോ ആണ് കേട്ടോ. അതായിരുന്നു ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നത്. പിന്നെ എൻ്റെ പേർക്ക് ഞാൻ മുട്ട വറുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒരു 2-3 മുട്ട എടുത്ത് ഞാനിങ്ങനെ വറുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പരിപാടിയാണ് കേട്ടോ, ഞാനത് വറുക്കുന്നത് കേട്ടോ. മുട്ടയൊക്കെ വറുത്ത് വയ്ക്കുവാണ്. ഇന്നിപ്പോൾ അവിടുത്തെ കുട്ടികൾക്ക്, അതായത് ഏട്ടൻ്റെ കുട്ടികൾക്ക് ഇന്ന് എക്സാം ഉണ്ട്. അപ്പോൾ എൻ്റെ മക്കളുടെ എക്സാമൊക്കെ കഴിഞ്ഞു. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ ഫുഡ് കൊണ്ടുപോകാമല്ലോ എന്ന് വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത് കേട്ടോ. അങ്ങനെ ഇവിടെ ക്യാബേജ് കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ക്യാബേജ് കറി റെഡി ആയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളങ്ങനെ എപ്പോഴും അങ്ങോട്ട് പോക്കൊന്നുമില്ല കേട്ടോ, വല്ലപ്പോഴൊക്കെ നമുക്ക് പോകാനായിട്ട് പറ്റുള്ളൂ. ജോലിക്കൊക്കെ പോകുന്നതുകൊണ്ട് 2 ദിവസം ലീവ് അങ്ങനെയൊക്കെ കിട്ടുമ്പോൾ മാത്രമേ നമുക്ക് അങ്ങോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ. കുറച്ച് ദൂരം ഉണ്ടല്ലോ, നമ്മുടെ എറണാകുളത്ത് നിന്ന് തൃശ്ശൂർക്ക് പോകണം. പിന്നെ പോകുന്നത് തന്നെ ഒരു 1.5 മണിക്കൂർ യാത്രയുണ്ട്. യാത്ര കഴിഞ്ഞ് അവിടെ എത്തുമ്പോഴത്തേക്കും പിന്നെ ആകെ ടയേർഡാവും. അപ്പോൾ കുറച്ച് ടൈം നിൽക്കാൻ ആയിട്ട് കിട്ടുവാണെങ്കിൽ മാത്രമേ നമ്മൾ പോകാറുള്ളൂ കേട്ടോ. പിന്നെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ള കാഴ്ചകളാണിത്. കാന്താരി ഉണ്ട് കേട്ടോ, നിറച്ചും കാന്താരി ഉണ്ട്. അയ്യോ, ഇപ്പോൾ വീഡിയോ ചെയ്തപ്പോഴാണ് ഞാൻ ഓർക്കണത്. കാരണം അവിടെ നിന്ന് നമ്മളിപ്പോൾ ഇങ്ങോട്ട് പോകുന്നു, ഇവിടെ എത്തിക്കഴിഞ്ഞു. ഇവിടെ എത്തിയിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. കുറച്ച് കാന്താരി പറിച്ച് ബാഗിലിടാനായിട്ട് മറന്നു പോയിട്ടോ. പിന്നെ അവിടെ കുറച്ച് കോഴികളൊക്കെ ഉണ്ട് കേട്ടോ, ഒരു കുഞ്ഞു കോഴിക്കോടുണ്ട്. അപ്പോൾ നമുക്ക് കുട്ടികൾക്ക് കുറച്ച് മുട്ടയൊക്കെ കിട്ടാനായിട്ട് അമ്മ കോഴീനെയൊക്കെ വളർത്തുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് നമ്മുടെ കോഴികളൊന്നുമല്ല കേട്ടോ, അയൽപക്കത്തെ കോഴികളൊക്കെയാണ്. പിന്നെ നമുക്ക് ഈ ഗേറ്റും അതിലൊന്നും ഇല്ലല്ലോ, ആർക്ക് വേണമെങ്കിലും നമ്മുടെ പറമ്പിലൊക്കെ ഇപ്പോൾ വേണമെങ്കിലും ഓടിക്കയറാം. അപ്പോൾ അതുകൊണ്ട് അപ്പുറത്തെ വീട്ടിലെ കോഴികളൊക്കെയാണ് കേട്ടോ ഈ വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാനൊന്ന് പുറത്തോട്ട് ജസ്റ്റ് ഒന്ന് ഇറങ്ങിയതാണ്. പിന്നെ വീണ്ടും നമ്മളകത്ത് കയറിയിട്ടുണ്ട്, കിച്ചണിലോട്ട് തന്നെ കയറിയിട്ടുണ്ട്. അങ്ങനെ ചോറ് വാർക്കാൻ കുറച്ചും കൂടി ഉണ്ട്, അപ്പോൾ അതും കൂടി ഞാൻ വാർത്ത് വയ്ക്കുകയാണ്. അപ്പോൾ അതും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇരിക്കാമല്ലോ. പിന്നെ തൊട്ടപ്പുറത്ത് തന്നെ നമുക്ക് ഇത് 3 അടുപ്പുണ്ട് കേട്ടോ ഇതിൽ. നമുക്ക് ഒരേ ടൈം തന്നെ ചോറും വയ്ക്കാം, കറിയും വയ്ക്കാം, വെള്ളം ചൂടാക്കാം.
അപ്പോൾ ഇതിലൊക്കെയാണ് ഞാൻ ജനിച്ച നാൾ മുതൽ ഇതിലൊക്കെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിലൊക്കെ കുക്ക് ചെയ്യുമ്പോഴൊക്കെ എനിക്ക് വളരെ സന്തോഷമാണ് കേട്ടോ. ആ പണ്ടത്തെ ഓർമ്മകളൊക്കെ വരും എനിക്ക്. അച്ഛനും അമ്മയൊക്കെ പണിക്കൊക്കെ പോയിട്ട് വരുമ്പോഴത്തേക്കും ഞാനിങ്ങനെ ഓരോന്നൊക്കെ ഒരുക്കി വെക്കുന്നതൊക്കെ ഓർക്കും കേട്ടോ ഞാൻ. അങ്ങനെ പിന്നെ ഈ ഒരു സംഭവം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മണ്ണെണ്ണ വിളക്കാണ് കേട്ടോ. പണ്ടൊക്കെ നമ്മുടെ വീട്ടിൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ഒരു ഐറ്റമാണ്. അതിപ്പോഴും നമ്മുടെ വീട്ടിലുണ്ട്, നമ്മൾ കളഞ്ഞിട്ടില്ല. ഇപ്പം നമ്മളത് ഉപയോഗിക്കൊന്നുമില്ല, എന്നാലും അതൊരു ഓർമ്മയ്ക്കായിട്ട് അവിടെ ഇരുന്നോട്ടെ. പിന്നെ നമ്മൾ ഈ അടുപ്പിൻ്റെ താഴെ തന്നെയായിട്ട് നമ്മൾ വിറകൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്, പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പാകത്തിന്. പിന്നെ കുറച്ച് വലിയ വിറകുകളൊക്കെ നമ്മൾ മഴക്കാലത്തേക്കൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു വിറക് വരെയും കൂടി മുകളിലുണ്ട് കേട്ടോ. പിന്നെ ഒരാളവിടെ ഇരുന്ന് ടി വി കാണുന്നുണ്ട്. ഏട്ടൻ്റെ കുട്ടികൾക്ക് ഇന്ന് എക്സാം ഉണ്ട് കേട്ടോ. അപ്പോൾ അവർ റെഡിയായിട്ട് നിൽക്കുവാണ്. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് അവർക്ക് പോവേ വേണ്ടൂ. അപ്പോൾ 2 പേർക്കും ഇന്ന് എക്സാം ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഇത് എൻ്റെ മൂത്ത കുട്ടിയാട്ടോ. ആ കുട്ടി പൂച്ചേനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. പൂച്ച എന്ന് പറഞ്ഞാൽ വളരെ ഇഷ്ടമാണ് കേട്ടോ അവൾക്ക്. അപ്പോൾ നമ്മുടെ പൂച്ചയൊന്നുമല്ല, വഴി കൂടെ കാണുന്ന ഏത് പൂച്ചകളും അവളെടുത്ത് ഇങ്ങനെ കൊഞ്ചിച്ചുകൊണ്ടിരിക്കും, ഈ കുട്ടികളെടുക്കണ പോലെ. ആ പൂച്ചകളാണെങ്കിലും പതുങ്ങിയിരിക്കുകയും ചെയ്യും കേട്ടോ. അതാണ് പ്രത്യേകത. എനിക്ക് പേടിയാണ്, പക്ഷെ പറഞ്ഞാലൊന്നും അനുസരിക്കില്ല. അതിനെടുത്ത് വെച്ച് കളിപ്പിക്കുകയാണ്. തലോടിയൊക്കെ കൊടുക്കുമ്പോൾ അതും ഇങ്ങനെ അനങ്ങാതെ അവിടെ ഇരിക്കുകയാണ് കേട്ടോ. ഇനിയൊരു കടിയൊക്കെ കിട്ടിക്കഴിയുമ്പോഴാണ് പിന്നെ ഓർക്കുള്ളൂ. ഇപ്പം ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഞാൻ പിന്നെ പുറകിലൂടെ ഓടാനൊന്നും പോകുന്നില്ല. ഇത് കഴിഞ്ഞിട്ട് ഒരെണ്ണം കൊടുക്കാം അവൾക്ക്. അങ്ങനെ പിന്നെ നമ്മുടെ കുറച്ച് കട്ടമുല്ല ഉണ്ട് കേട്ടോ. കട്ടമുല്ലയാണോ കുടമുല്ലയാണോ എന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും കട്ടമുല്ല ഉണ്ട് കേട്ടോ. നന്നായിട്ട് പൂവിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടാൽ പറിക്കാൻ തോന്നുമല്ലേ? അതുപോലെയാണ്. അവിടെ ഒരാൾ പറിച്ചും കഴിഞ്ഞു. അപ്പോൾ നല്ലൊരു കട്ടമുല്ല നമ്മുടെ വീട്ടിൽ ഉമ്മറത്ത് തന്നെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നത് ഇത് മുല്ലപ്പൂവിൻ്റെ സീസൺ ആയിരിക്കും അല്ലേ? എല്ലാവിടെയും ഉണ്ട് കേട്ടോ മുല്ലപ്പൂ. ഇപ്പോൾ നല്ല പൂത്ത് ഉലഞ്ഞ് നിൽക്കുന്നുണ്ട്. പിന്നെ നമുക്കൊരു ചെത്തി ഉണ്ട് കേട്ടോ. ചെത്തിപ്പൂ നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ആവശ്യമുള്ള സമയത്തൊന്നും നമുക്ക് ചെത്തിപ്പൂ കിട്ടാറില്ല. ഇപ്പോൾ ഈ ഒരു ടൈമിൽ നന്നായിട്ട് ചെത്തിപ്പൂ ഉണ്ടായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. കാണാൻ നല്ല ഭംഗിയല്ലേ? ഇങ്ങനെ നന്നായിട്ടുണ്ടായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടൈം എനിക്ക് തോന്നുന്നു ചെത്തിയുടെയും മുല്ലയുടെ ഒക്കെ ഒരു ടൈമായിരിക്കും അല്ലേ? അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഗാർഡനിലുള്ള ഐറ്റംസ്. പിന്നെ എല്ലാവരും പിന്നെ ഒരു വെക്കേഷൻ മൂഡാണല്ലോ. എൻ്റെ കുട്ടികളുടെ എക്സാമൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അവർ ഫുൾ വെക്കേഷൻ മൂഡിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അവരുടെ എക്സാം കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ആ ഒരു സങ്കടമുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എക്സാം കഴിഞ്ഞാൽ കുറച്ച് ദിവസമൊക്കെ അവിടെ പോയി നിൽക്കും അവർ വെക്കേഷനായിട്ട്. പിന്നെ ഒരാളും കൂടി ഉണ്ട് കേട്ടോ. ഏട്ടന് ഒരു ഇളയ കുട്ടിയും കൂടി ഉണ്ട്. അപ്പോൾ ആളിപ്പോൾ ഇവിടെ ഇല്ല കേട്ടോ. ഇങ്ങനെ 5 പേരും കൂടി കൂടിക്കഴിഞ്ഞാൽ എൻ്റെ അമ്മ പിന്നെ ഒന്നും പറയണ്ട, വീടെടുത്ത് തലതിരിച്ച് വെക്കും. അപ്പോൾ ഇത് പൂച്ചേനെ കൊണ്ട് കളിക്കുന്നുണ്ട് എല്ലാവരും കൂടി. പിന്നെ ഈ ഒരു മരം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പുന്നമരമാണെന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ അത് പുന്നമരമാണോ അല്ലെങ്കിൽ എന്തോ ഒരു മരുന്ന് ചെടിയാണ് കേട്ടോ ഇത്. അമ്മ അതിൻ്റെ പേര് പറഞ്ഞിരുന്നു, ഞാൻ മറന്നുപോയി കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് പൂത്ത് നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ പേര് അറിയുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ. ഇത് നല്ലൊരു ഔഷധമാണെന്ന് എനിക്കറിയാം, ഒരിക്കൽ പറഞ്ഞു തന്നിട്ടുണ്ട്, ഞാനത് മറന്നുപോയി. പിന്നെ നമ്മൾ വീണ്ടും കുട്ടികൾ അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും പൂച്ചേനൊക്കെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഇരിക്കട്ടെ. ആ പൂച്ച എന്ന് പറഞ്ഞാൽ ഇണങ്ങി കഴിഞ്ഞിട്ട് ഇവരായിട്ട്. അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല, അതിനെങ്ങനെ ഉപദ്രവിക്കുന്നൊന്നുമില്ലല്ലോ. അപ്പോൾ പിന്നെ അതവിടെ അവരുടെ കൂട്ടത്തിലിരുന്ന് കളിക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ കഴിക്കാനിട്ട് കൊടുക്കും, പിന്നെ അത് പോവില്ല, ഇവിടെ തന്നെ ആയിരിക്കും. പിന്നെ നമ്മുടെ സ്വന്തം പൂച്ചയായിട്ട് മാറും. പിന്നെ അവർ അതിനൊരു പേരും ഇട്ട് കൊടുത്തിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ പൂച്ചയുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് അവിടെ ഇരിക്കുകയാണ് കേട്ടോ എല്ലാവരും. പിന്നെ ഇപ്പുറത്തെ വീട്ടിലൊക്കെ കോഴികളൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ ഇറങ്ങി നടക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ അതാ പറഞ്ഞ ഗേറ്റും അതിലൊന്നും ഇല്ലല്ലോ. പിന്നെ എല്ലാവരും ഓടി വന്ന് കയറി നടക്കുകയൊക്കെ ചെയ്യും കേട്ടോ നമ്മുടെ പറമ്പിലൊക്കെ. അപ്പോൾ എന്തായാലും പുള്ളിയും കൂടി ഇരിക്കട്ടെ നമ്മുടെ വീഡിയോയിൽ. പിന്നെ ഇതെന്താ പൂച്ചേനെ വെച്ചിട്ട് ഡാൻസൊക്കെ കളിപ്പിക്കുന്നുണ്ട് കേട്ടോ. എപ്പോഴാണ് കടി കിട്ടാന്ന് എനിക്ക് തന്നെ അറിയില്ല. എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു കേട്ടോ വീഡിയോ എടുക്കുന്ന ടൈമിൽ. അപ്പോൾ നമ്മൾ ഹോളിലൂടെ വീണ്ടും കിച്ചണിലോട്ട് പോവാണ്. കണിക്കൊന്ന, പ്ലാസ്റ്റിക് കണിക്കൊന്നയാണ് കേട്ടത്. അപ്പോൾ അതൊക്കെ തൂക്കിയിട്ടിട്ടുണ്ട്. പിന്നെ ഈ ഒരു ആനപ്പട്ടം, ആനയുടെ ഇത്
നമ്മുടെ വീട്ടിലൊക്കെ നല്ല ഐശ്വര്യമല്ലേ, അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഐശ്വര്യമായിരിക്കും. പിന്നെ എന്താ ബ്രേക്ക്ഫാസ്റ്റിലോട്ട് കടന്നു കേട്ടോ. അപ്പോൾ അത് കാച്ചിൽ, വയലറ്റ് കാച്ചിൽ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ കാന്താരി ഉള്ളി ചമ്മന്തി, നല്ല പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് ഉപ്പൊക്കെ ഇട്ട ചമ്മന്തി കേട്ടോ. അടിപൊളിയാണ് കേട്ടോ. ഈ കാച്ചിൽ കൂട്ടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. കാച്ചിൽ തന്നെയല്ല, കപ്പയോ മധുരക്കിഴങ്ങോ ഒക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ കഴിച്ചത് കേട്ടോ. എനിക്കിപ്പോൾ ഇങ്ങനത്തെയൊക്കെ ഫുഡ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്നും നമ്മൾ ഈ പുട്ടും ഇഡ്ഡലി അതൊക്കെയല്ല കഴിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു മാറ്റി വീട്ടിൽ ചെല്ലുമ്പോഴായിരിക്കും ഇങ്ങനത്തെ ഫുഡൊക്കെ കഴിക്കുക കേട്ടോ. അപ്പോൾ അത് വളരെ ടേസ്റ്റി ആയിട്ടുണ്ട് കേട്ടോ. വയലറ്റ് കാച്ചിലും ഈ ഒരു കാന്താരി ചമ്മന്തിയൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അടിപൊളിയായിരിക്കും. കാച്ചിലൊക്കെ കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിനൊക്കെ നല്ല ബെസ്റ്റ് ഐറ്റമാണ് കേട്ടോ. പിന്നെ മധുരക്കിഴങ്ങ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ മധുരക്കിഴങ്ങ് പിന്നെ പറയാനില്ലല്ലോ, എന്താ പറയുക, ഒരുപാട് ഗുണങ്ങളുള്ള ഐറ്റമാണ് മധുരക്കിഴങ്ങ്. അപ്പം മധുരക്കിഴങ്ങ് പുഴുങ്ങിയതും ഈ ചമ്മന്തിയും കൂട്ടിയിട്ട് വീണ്ടും ഞാൻ കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും ചമ്മന്തിയൊക്കെ കാലിയായിട്ടുണ്ട് കേട്ടോ. കുട്ടികൾ അതിൻ്റെ ഇടയിൽ വന്ന് കഴിച്ചായിരുന്നു. പിന്നെ നേന്ത്രപ്പഴം പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു. ഏത്തപ്പഴം അല്ലേ, എല്ലാവരും എന്തൊക്കെയാണ് പറയുക, നമ്മളോട് നേന്ത്രപ്പഴം ഏത്തപ്പഴം എന്നൊക്കെ പറയും കേട്ടോ. പിന്നെ കട്ടൻ ചായയുമായിട്ട് കുടിച്ചത്. അങ്ങനെ അടിപൊളിയായിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ വേറെന്താ, അങ്ങനെ കുട്ടികൾക്കും കൊടുത്തു. പിന്നെ അവരെ പോകാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു വെക്കേഷൻ മൂഡെന്ന് പറയാൻ നമുക്ക് പറ്റില്ല, കുട്ടികൾക്ക് ഒരു വെക്കേഷൻ മൂഡാണ് കേട്ടോ. അപ്പോൾ ഇത്രയുള്ളൊരു ചെറിയ വീഡിയോയിൽ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ.